പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുവാനാകട്ടെ. വീണ്ടും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ കൂട്ടായ്മയിൽ ബ്ലെസ്ഡ് ഡേ നൈറ്റിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം 2026 ജൂൺ മാസം 1-ാം തീയതി ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച പ്രാർത്ഥനയോടെ കർത്തൃപാദപീഠത്തിലേക്ക് അടുത്ത് ചെല്ലാം. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇരുന്നവരും ഇരിക്കുന്നവരും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്ന് രാത്രിയിലും ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഈ പുതിയ മാസത്തിന്റെ ആദ്യ ദിവസത്തിലും ഈ വർഷത്തിന്റെ 152-ാം ദിവസത്തിലും ദൈവം നമ്മെ ജീവിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനാൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, വരും ദിനങ്ങളിൽ ഈ ശ്രവിക്കുവാൻ കൃപ ലഭിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ സന്തോഷങ്ങളും കണ്ണീരും പ്രാർത്ഥനകളും ആവശ്യങ്ങളും അവിടുത്തെ സന്നിധിയിൽ വെളിപ്പെട്ടിരിക്കുന്നു. പ്രത്യേകമായി ഈ ദിവസത്തിന്റെ പകൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങൾ, അധ്യാപകർ, മാതാപിതാക്കൾ, എല്ലാ കുട്ടികളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും ഈ സന്ധ്യയിൽ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വർഷം ജ്ഞാനത്തിന്റെയും സംരക്ഷണത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വർഷമായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എത്രയോ കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷം ഈ ഭൂമിയിൽ നിന്ന് വിവിധ നിലകളിൽ മാറ്റപ്പെട്ടത്. റിസൾട്ട് വന്നു മണിക്കൂറുകളാകുന്നതിന് മുമ്പ് ചില കുഞ്ഞുങ്ങൾ പരാജയം പേറി എന്ന് ആമേൻ അറിഞ്ഞപ്പോൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചു. നെടുവീർപ്പിന്റെയും കണ്ണുനീരിന്റെയും നിരാശയുടെയും നഷ്ടബോധത്തിന്റെയും ഒക്കെ മാസങ്ങളും വർഷങ്ങളും ആഴ്ചകളും നമ്മെ വിട്ട് കടന്നുപോയി. ഈ വർഷം ജ്ഞാനത്തിന്റെയും സംരക്ഷണത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വർഷമായി മാറട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാണ്. സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ പുത്രനും
ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷകനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ തലകളെ വണക്കും. ഇന്നത്തെ ഈ കൂട്ടായ്മയെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ലൈവിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പഠനം ആരംഭിച്ചിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ജ്ഞാനവും ബുദ്ധിയും നൽകണമേ. അധ്യാപകർക്ക് ശക്തിയും മാതാപിതാക്കൾക്ക് കൃപയും നൽകണമേ. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെയും പ്രാർത്ഥനയിലൂടെയും അനേക ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരും സ്വർഗമേ അവിടുന്ന് മനസ്സലിഞ്ഞ് കരുണ കാട്ടി കർത്താവേ പുതിയ വാതിലുകൾ തുറന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആമേൻ. ശാന്തമായി ആമേൻ ഈ വരികളെ ശ്രവിച്ചാലും. ഹല്ലേലൂയ. യോസേഫിൻ ദൈവം ഇന്നുമുണ്ട്. ഹല്ലേലൂയ. അതേ കുഴിയിൽ ആമേൻ നിന്നെ ആമേൻ എറിഞ്ഞാലും അവിടെ തീരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അവിടെ നിന്ന് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. കണ്ണീരിന്റെ രാത്രികൾ ആമേൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സന്തോഷത്തിന്റെ ഒരു പ്രഭാതം നിന്റെ ജീവിതത്തിൽ അതേ ഉദിക്കുവാനിടയാകും. ആമേൻ. വഴിയില്ലെന്ന് നീ കരുതിയാൽ വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. കൈവിടപ്പെട്ട നിമിഷങ്ങളിൽ കൈപിടിക്കുന്ന യേശുവുണ്ട്. ആമേൻ. അപമാനം മാറും. മഹത്വമായ ആമേൻ ഹല്ലേലൂയ ചങ്ങലകൾ വീഴും. ആമേൻ. ശക്തിയാൽ അടഞ്ഞ വാതിലുകൾ തുറക്കും. ആമേൻ. കർത്താവിന്റെ സമയത്തിൽ ഹല്ലേലൂയ. എത്ര പേർക്ക് ഹല്ലേലൂയ പറയുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ ആമേൻ സ്തുതിക്കുവാൻ കഴിയും? ഇന്ന് രാത്രി ഈ പാട്ടിന്റെ ഈരടികൾ ശ്രവിച്ചാലും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നടക്കും നടക്കും സിംഹാസനം കൊണ്ടു മാത്രം ഞാൻ നിന്നെക്കാൾ വലിയവനായിരിക്കും എന്നു പറഞ്ഞു കോരിസെന്റിതാ മിസ്രയീം ദേശത്തിനൊക്കെയും. ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നീ യോസേഫിന്റെ കൈക്കു ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. സ്വർണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. സിംഹാസനം കൊണ്ടു മാത്രം ഞാൻ നിന്നെക്കാൾ വലിയവനായിരിക്കും. എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫോസിലീൻ കരവും തന്റെ കയ്യിൽ യോസേഫിന്റെ കൈക്കു ഇട്ടു. നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. സ്വർണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. സാധന
പീഠത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ. അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കിയിരിക്കുന്നു. മേലധികാരിയാക്കിയിരിക്കുന്നു. മേലധികാരിയാക്കിയിരിക്കുന്നു എന്നു വരവോൻ യോസേഫ്. ഇന്ന് രാത്രിയിലും ആ നാമത്തെ ഉയർത്തുവാൻ, ആ നാമത്തെ ആശ്രയിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി ആ യേശുവിന്റെ നാമം ഉയർത്തപ്പെടുമ്പോൾ രാജാതിരാജൻ അവൻ ജീവിക്കുന്നു, എന്നും എന്നേക്കും വാഴുന്നു. ഹല്ലേലൂയ. കാത്തിരിപ്പിൻ കാലമൊക്കെയും സാക്ഷ്യമായി മാറിയിടും. ഹല്ലേലൂയ. വിശ്വസിച്ച് നീ മുന്നേറുക. ദൈവവചനം അതേ നിവർത്തിയാകും. ഹല്ലേലൂയ. ആ കരമുയർത്തി കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. സ്തുതിയും ആരാധനയും കർത്താവിന്. ഹല്ലേലൂയ. ആമേൻ. 2026 152 ദിവസം, ആമേൻ, ജൂൺ മാസത്തിന്റെ ആദ്യ രാത്രി, ആമേൻ, സ്നേഹനീലം പ്രയർ ഫാമിലി ബ്ലെസ് ഡേ നൈറ്റിലേക്ക്, ആമേൻ, ഒരിക്കൽ കൂടെ എല്ലാവരെയും, ആമേൻ, ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ 1-ാം തീയതി, ഹല്ലേലൂയ, 6-ാം മാസം 2026 തിങ്കളാഴ്ച രാത്രി, ആമേൻ, ദൈവം നിന്നെ അപമാനത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഉയർത്തുമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഈ ദൂത ഏറ്റെടുക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ആമേൻ, നീ പ്പെട്ടിരിക്കുന്ന മേഖലയ്ക്കകത്ത് നിന്ന് അവൻ ദൈവം നിന്നെ അധികാരത്തിലേക്ക് ഉയർത്തും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവനാമ മഹത്വത്തിനായി ആമേൻ ആമേൻ കമന്റ് ചെയ്താട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 40 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളോട് ഇടപെടുവാൻ പോകുകയാണ്. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വർഷത്തിന്റെ ആമേൻ 152-ാം ദിവസത്തിലും ഒരു പുതിയ മാസത്തിന്റെ ആദ്യ രാത്രിയിലും നാം ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥനയോടെ ആമേൻ കൂടി വന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, അതേ ഈ മാസത്തിന്റെ ആമേൻ ആരംഭ രാത്രിയിൽ ആമേൻ കേൾക്കുവാൻ പോകുന്ന വചനം നിങ്ങളോട് ആമേൻ ദൈവം ഇടപെടും. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, നീ അനുഭവിച്ച വേദനകളെക്കാൾ വലിയതാണ് ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്ന എന്റെ മഹത്വം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ചിലർ കരഞ്ഞുകൊണ്ടാണ് മെയ് മാസം അവസാനിപ്പിച്ചത്. ആമേൻ. കഴിഞ്ഞ ചില മാസങ്ങളാ, കഴിഞ്ഞ ചില രാത്രികളാ, കഴിഞ്ഞ ചില ആഴ്ചകളാ, കഴിഞ്ഞ ചില മണിക്കൂറുകളാ, ആമേൻ, കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളായിരുന്നു, മാസങ്ങളായിരുന്നു, ആഴ്ചകളായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഉത്തരം കിട്ടാത്ത ചില പ്രാർത്ഥനകളുണ്ട് നിന്റെ ജീവിതത്തിൽ. ആമേൻ. ചിലർക്ക് ആമേൻ നഷ്ടങ്ങളുടെ ഓർമ്മകൾ ഇപ്പോഴും ഹൃദയത്തിലുണ്ട്. എന്നാൽ ഇന്ന് ദൈവം ആമേൻ യോസേഫ്
യോസേഫിന്റെ ജീവിതത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. അവൻ ജയിലിൽ കിടന്നവനെ ഒരു ദിവസം കൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും അനന്യനത്രേ. ഇന്ന് രാത്രിയിലും അവന്റെ സാന്നിധ്യം വിശ്വസിക്കുന്ന ജീവിതങ്ങളിൽ വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ കരമടിച്ചു പ്രതികരിച്ചോ ജീവിതത്തെ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട കഴിഞ്ഞ പകൽ ആമേൻ നാം കേട്ടതുപോലെ ആമേൻ പാപം ചെയ്യാതിരിക്കേണ്ടതിനാ നിന്റെ വചനത്തെ ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അവൻ ദൈവം കാത്തിരിക്കുന്നവരെ ലോകം നിന്നെ മറന്നേക്കാം, ഉറ്റവർ നിന്നെ മറന്നേക്കാം, ആമേൻ കൂടപ്പറപ്പ് നിന്നെ മറന്നേക്കാം, ആമേൻ ജനിച്ചവരും മറന്നേക്കാം, ആമേൻ താലി കെട്ടിയവരും ഉഭയസമ്മതം ചെയ്തവരും മറന്നേക്കാം. എന്നാൽ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി കാവലായി പരിചയായി വെളിപ്പെടുന്ന ഒരുവൻ ഇന്നും ജീവിക്കുന്നു. അവന്റെ പേരത്രേ യേശു. ഹല്ലേലൂയ. യേശുവിന്റെ നാമം സകല നാമത്തിനും മേലായ നാമം. ഹല്ലേലൂയ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെല്ലാം മടങ്ങുന്ന നാമം യേശു എന്ന നാമം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ അതെ യേശു കർത്താവെന്ന് ആമേൻ പറയേണ്ടി വരും. ആമേൻ ചിലർ ആമേൻ ആ മാർഗം സ്വീകരിക്കുവാൻ ഇടയാകും. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ. ആമേൻ. ദൈവം കാത്തിരിക്കുന്നവരെ മറക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില ഭർത്താക്കന്മാർ, ചില മക്കൾ, ചില അപ്പന്മാർ ആമേൻ അതെ വിങ്ങുന്ന ഹൃദയവുമായി കഴിയുന്നു. കാരണം ഓർക്കേണ്ട പലരും ഓർക്കാതെ മറക്കുമ്പോൾ, ഓർക്കാതെ പലരും മാറിപ്പോകുമ്പോൾ നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആമേൻ അതെ ഞാന് എന്റെ കാതിൽ ഇങ്ങനെ കേൾക്കുകയാ. എന്റെ ബാല്യകാലത്ത് എനിക്ക് നല്ലൊരു ആഹാരം, നല്ലൊരു ചെരുപ്പ്, നല്ലൊരു വസ്ത്രം ആമേൻ ആമേൻ കൊതിച്ച സമയത്തൊന്നും ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഒത്തിരി കഷ്ടപ്പെട്ടു. എന്നാൽ ഹല്ലേലൂയ ആ കഷ്ടതകൾക്കെല്ലാം, ആ വേദനകൾക്കെല്ലാം, ആ കാത്തിരിപ്പിനെല്ലാം വിരാമമിട്ടുകൊണ്ട് ഒരു നല്ല നാള നിന്റെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് അനുഭവിച്ചറിയുവാൻ കൃപ ലഭിച്ച ആരെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്ക്. അതിന്റെ പേരാ കൃപ. ഹല്ലേലൂയ. ആമേൻ. യോസേഫ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ആമേൻ ഒരു മനുഷ്യനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. വായിക്കാം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം ആമേൻ 41-ാം അധ്യായം 40 മുതൽ 43 വരെയുള്ള വേദഭാഗം. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാക്കും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ മിസ്രൈം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ പ്രവർത്തിക്കുന്ന അവൻ ഒരു അനുഭവമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ യോസേഫിനോട് പറയുക, ഞാൻ നിന്നെ അവൻ അധികാരിയാക്കിയിരിക്കുന്നു. മിസ്രൈം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിന്റെ കൈക്കിട്ടു. അധികാരത്തിന്റെ ഒരു മാറ്റം ആമേൻ സംഭവിച്ചു കേട്ടോ, നടക്കുകയാണ് കേട്ടോ. ഇന്ന് രാത്രി ആമേൻ തഴയപ്പെട്ടവനാണോ, എറിയപ്പെട്ടവനാണോ, ഒറ്റപ്പെട്ടവനാണോ, ആമേൻ നിന്നെ ആദരിക്കുന്നൊരു സമയമുണ്ട്, നിന്നെ മാനിക്കുന്നൊരു സമയമുണ്ട്, നിങ്ങൾക്ക് അധികാരം ആമേൻ കൈമാറുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ട്. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് ഒരു
സർപ്പിളിയും അവന്റെ കഴുത്തിലിട്ടു. സ്വർണ്ണ സർപ്പിളയും അവന്റെ കഴുത്തിലിട്ട് തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി. തന്റെ രണ്ടാം രഥത്തിൽ അമേൻ അവനെ കയറ്റി. അമേൻ ഹല്ലേലൂയ. മുട്ടുകുത്തുവിനെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. അവന്റെ മുമ്പിൽ വിളിച്ചു പറയിപ്പിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണമേ. ആമേൻ. യോസേഫ് ആമേൻ അവൻ വീട്ടിലെ ഇളയവനായിരുന്നു. ആമേൻ. അവന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആമേൻ. ആ സ്വപ്നം സർവശക്തനായ ദൈവം നൽകിയതാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവം നൽകിയ സ്വപ്നം കാണുവാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നൽകിയ ദർശനത്തെ മുറുകെ പിടിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവൻ യോസേഫ് വീട്ടിലെ ഇളയവനായിരുന്നു. അവന്റെ ഇഷ്ടപുത്രനായിരുന്നു. അവൻ ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ളവനായിരുന്നു. ആമേൻ. അവൻ സ്വപ്നക്കാരനായിരുന്നു. എന്നാൽ സ്വപ്നം കണ്ടതുകൊണ്ട് അവൻ ഉടനെ സിംഹാസനത്തിലെത്തിയില്ല. ആമേൻ. ഇന്ന് രാത്രി ദർശനമുള്ളവരോട് പറയാം, സ്വപ്നമുള്ളവരോട് പറയാം, ദൈവിക നിയോഗമുള്ളവരോട് പറയാം, ദൈവിക പദ്ധതിയുള്ളവരോട് പറയാം, ദൈവം തെരഞ്ഞെടുത്തവരോട് പറയാം, ദൈവം ലോക സ്ഥാപനത്തിനു മുന്നമേ നിന്നെ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറയുന്നത് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ആമേൻ. സ്വപ്നക്കാരനായിരുന്നു. എന്നാൽ ആ സ്വപ്നം കണ്ടതുകൊണ്ട് അവൻ ഉടനെ സിംഹാസനത്തിലെത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ കടന്നുപോയത് സഹോദരന്മാരുടെ തള്ളിപ്പറയൽ. സ്വപ്നം നിനക്കുണ്ടോ? ദർശനം നിനക്കുണ്ടോ? ദൈവം തന്റെ കരങ്ങളിൽ ഉപയോഗിക്കുവാൻ മുൻ കണ്ടിട്ടുണ്ടോ? ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ദൈവം നിന്നെ മുൻ കണ്ടിട്ടുണ്ടോ? ആമേൻ. നീ തള്ളപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ ഒറ്റപ്പെടും. ഇതാ യോസേഫിന്റെ ജീവിതത്തിൽ സ്വന്തം സഹോദരന്മാർ തന്നെ തള്ളിപ്പറയുകയാണ്. ഹല്ലേലൂയ. തള്ളിപ്പറച്ചിലിന് ശേഷം ആമേൻ അതെ തനിക്ക് ലഭിച്ചത് സിംഹാസനമല്ല, കുഴി പൊട്ടക്കിടർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചേർത്ത് നിർത്തേണ്ടവർ, മാനിക്കേണ്ടവർ, കൈപിടിക്കേണ്ടവർ അകറ്റി നിർത്തിയോ, തള്ളിക്കളഞ്ഞോ, പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിച്ചു. തീർന്നില്ല. അടിമത്തം. പ്രൈസ് ഗോഡ്. ഒരു സ്വാതന്ത്ര്യമില്ല. ഒരടിമയെ പോലെ. ഹല്ലേലൂയ. തീർന്നില്ല. അവൻ തള്ളപ്പറഞ്ഞ അവൻ കുഴിക്കകത്തെറിയപ്പെട്ടവൻ അടിമയെ പോലെ കഴിയുന്നവൻ ഇതാ വ്യാജ ആരോപണങ്ങൾക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരികയാ. ആരെങ്കിലും നിന്നെ കുറിച്ച് ആരോപണങ്ങൾ പറയുന്നുണ്ടോ? ആരെങ്കിലും നിന്നെ കുറിച്ച് അവൻ വ്യാജം പ്രചരിപ്പിക്കുന്നുണ്ടോ? മനസ്സിലാക്കണം. സ്വർഗം നിനക്കൊരു സ്വപ്നം തന്നിട്ടുണ്ട്. സ്വർഗം നിനക്കൊരു ദർശനം തന്നിട്ടുണ്ട്. സ്വർഗത്തിന്റെ ദർശനത്തിനനുസരിച്ച് കാൽച്ചുവടുകളെ വെക്കുന്ന നിന്നെ ഒറ്റപ്പെടുത്തുന്നവർ, തള്ളിപ്പറയുന്നവർ, കുഴിക്കകത്ത് തള്ളിയിടുന്നവർ, അടിമകളെ പോലെ കാണുന്നവർ, കുറ്റാരോപണങ്ങൾ, വ്യാജ ആരോപണങ്ങൾ നിനക്കെതിരെ തൊടുത്തുവിടുന്നവർ. ഹല്ലേലൂയ. തീർന്നില്ല. ജയ്. ആമേൻ. ഇവയെല്ലാം കഴിഞ്ഞ ശേഷമാണ് രാജകൊട്ടാരം വന്നത്. പ്രിയരെ, ഇന്ന് ചിലർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ ആകുന്നത്? എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി കാണുവാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ വൈകുന്നത്? ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഞാൻ നിന്നെ മറന്നിട്ടില്ല, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല. നിന്റെ സമയം അതേ ഒരുക്കുകയാണ്. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലൂടെ ആമേൻ ഇപ്രകാരം ആമേൻ സ്വർഗത്തിലെ ദൈവം ഇടപെട്ടു. ഹല്ലേലൂയ. ആമേൻ. അവിടെ
രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, പ്രിയരെ, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, സമയം തെറ്റുകയുമില്ല. വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. താമസിക്കുകയുമില്ല. Praise the Lord. ദർശനം അതിന്റെ സമയത്തേക്ക് വെച്ചിരിക്കുന്നു. Praise the Lord. ദൈവം ഉയർത്തുമ്പോൾ ആർക്കും അതിനെ തടയുവാൻ കഴിയുകയില്ല. Praise the Lord. Hallelujah. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 41-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിച്ചല്ലോ, മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു. Praise God. Hallelujah. യോസേഫിനെ ഉയർത്തിയത് അതെ മാനുഷിക കരമല്ല, മാനുഷിക ജ്ഞാനമല്ല, മാനുഷിക പിന്തുണയല്ല, മാനുഷിക ബുദ്ധിയല്ല. Praise God. Hallelujah. യോസേഫിനെ ഉയർത്തിയത് മനുഷ്യരല്ല, ആമേൻ, ദൈവമാണ് അവനെ ഉയർത്തുവാൻ കൊണ്ടമിടയായത്. Praise the Lord. അവനെ കുഴിയിലിട്ടവർക്ക് ഉയർത്തുവാൻ കഴിഞ്ഞില്ല, ജയിലിൽ അടച്ചവർക്ക് മോചിപ്പിക്കുവാനും കഴിഞ്ഞില്ല. എന്നാൽ ദൈവം സമയമായപ്പോൾ ഒരു ദിവസം കൊണ്ട് എല്ലാം മാറ്റി വന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ലൈവിൽ ഇരിക്കുന്ന ചിലരോട്, ഈ കൂട്ടായ്മയിൽ പങ്കാളികളായിരിക്കുന്ന ചിലരോട് അവൻ ദൈവം പറയുന്നു, നീ വർഷങ്ങളായി കാത്തിരിക്കുന്ന കാര്യത്തിൽ ഞാൻ പ്രവർത്തിക്കുവാൻ പോകുന്നു. Praise God. എത്ര പേർ ആമേൻ പറയും? എത്ര പേർ യോസേഫിനെ പോലെ മനോഭാവമുള്ളവരായി തന്റെ സഹോദരങ്ങൾക്കെതിരെ ഹൃദയം കടുപ്പിക്കാതെ, വക പോക്കാതെ ഇന്ന് രാത്രി നിന്റെ ഭർത്താവിനോട്, നിന്റെ ഭാര്യയോട്, നിന്റെ അപ്പനോട്, നിന്റെ അമ്മയോട്, നിന്റെ മക്കളോട്, മരുമക്കളോട്, കൊച്ചുമക്കളോട്, ആമേൻ, നീ എങ്ങനായിരിക്കുന്നു? തന്നെ കുഴിയിലെറിഞ്ഞവരോട്, തനിക്കെതിരെ വ്യാജം പ്രചരിപ്പിച്ചവരോട്, തന്നെ അടിമയായി കണ്ടവരോട് യോസേഫിന്റെ മനോഭാവം എപ്രകാരമായി? പ്രിയരെ, ഒരു ഫോൺ കോൾ, ഒരവസരം, ഒരനുഗ്രഹം, ഒരു ദൈവിക വാതി നിന്റെ ജീവിതത്തിന്റെ ദിശ മാറ്റുവാൻ മതി. ഒരൊറ്റ ഫോൺ കോൾ മതി, ഒരൊറ്റ അവസരം മതി, ഒരനുഗ്രഹം മതി, ഒരു ദൈവിക വാതി തുറക്കപ്പെട്ടാൽ മതി. നിന്റെ ജീവിതത്തിന്റെ ദിശ മാറുവാനിടയാണ്. പ്രിയരെ, ദൈവം ഉയർത്തുമ്പോൾ അടയാളങ്ങൾ നൽകും. ആമേൻ. അതാണ് യോസേഫിന്റെ ജീവിതത്തിലൂടെ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 41:42 നാം വായിച്ചത് പ്രകാരമാണ്, മുദ്ര മോതിരമൂരി യോസേഫിന്റെ കയ്യിലിട്ടു. അതെ, മുദ്രമോതിരം അധികാരത്തിന്റെ അടയാളമാണ്. വസ്ത്രം ബഹുമതിയുടെ അടയാളമാണ്. സ്വർണ്ണ മാല മഹത്വത്തിന്റെ അടയാളമാണ്. ഹല്ലേലൂയ. ജയിലിൽ വസ്ത്രം ധരിച്ചിരുന്ന യോസേഫ്, ആമേൻ, നമുക്കറിയാം ജയിലിലെ വസ്ത്രം എങ്ങനെയാണ്. ആ വസ്ത്രം ഊരി മാറ്റിയിട്ട് രാജവസ്ത്രം ധരിപ്പിച്ചു. ഇന്ന് രാത്രി ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഒന്ന് താഴ്മയുണ്ടായാൽ, വിനയമുണ്ടായാൽ, നിന്റെ നാവിനെ അടക്കിയാൽ, ആമേൻ, നിന്റെ ആ മനോഭാവം ഒന്ന് മാറ്റിയാൽ, നിന്റെ ആമേൻ ലജ്ജയുടെ വസ്ത്രം മാറ്റി, ആമേൻ, ആ ജയിലിലെ വസ്ത്രം മാറ്റി, ആ അടിമയുടെ വസ്ത്രം മാറ്റി, രാജകീയ വസ്ത്രം ധരിപ്പിച്ച് ഒരു അധികാരത്തിലേക്ക്, ഒരു പദവിയിലേക്ക് സ്വർഗം നിന്നെ കരം പിടിച്ചുയർത്തും എന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്.
ഹല്ലേലൂയ. നിന്റെ ഹൃദയം ഒന്ന് ചേഞ്ച് ആകട്ടെ. സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞ് ആമേൻ അകറ്റി നിർത്തിയപ്പോൾ, ഹല്ലേലൂയ, പൊട്ടക്കിണറ്റിലേക്ക് എടുത്തെറിഞ്ഞപ്പോൾ, കിട്ടിയ കാശിന് വിറ്റ് കളഞ്ഞപ്പോൾ, ആമേൻ, അവന്റെ ഹൃദയം ചഞ്ചലപ്പെട്ടില്ല, അവന്റെ ഹൃദയം വ്യതിചലിച്ചില്ല. ഇന്ന് ദൈവം ചിലരുടെ ജീവിതത്തിൽ ആമേൻ ഇടപെടുകയാണ്. ആമേൻ, നിന്റെ ലജ്ജ മാറ്റും, നിന്റെ അപമാനം മാറ്റും, നിന്റെ പരാജയത്തിന്റെ അടയാളങ്ങൾ മാറ്റും. ഹല്ലേലൂയ, പുതിയ മഹത്വം നൽകും. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്നലെ നിന്നെ പരിഹസിച്ചവർ ഹല്ലേലൂയ നിന്നിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ഇടപെടൽ കണ്ട്, ദൈവത്തിന്റെ മഹത്വം കണ്ട് അത്ഭുതപ്പെടുവാനിടയാകും. ആമേൻ. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കപ്പെടാമോ? ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിന്റെ 43 വാക്യത്തിൽ ആമേൻ, മുട്ടുകുത്തുവീൻ എന്നവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നിന്നെ തകർക്കാൻ നോക്കി, ഇന്നലെ നിന്നെ അന്ത്യം കാണാൻ നോക്കി, ഇന്നലെ നിനക്കെതിരെ ശബ്ദം ഉയർത്തിയവർ കേൾക്കേ സ്വർഗം ആമേൻ ഇടപെട്ടിട്ട് ആമേൻ അതെ കേൾപ്പിക്കുകയാ. മുട്ടുകുത്തുവീൻ എന്നവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഒരിക്കൽ യോസേഫിനെ അവഗണിച്ചവരുണ്ടായിരുന്നു. എന്നാൽ ദൈവം ഉയർത്തിയപ്പോൾ ജനങ്ങൾ ബഹുമാനിച്ചു. ദൈവം ഉയർത്തിയപ്പോൾ നിന്റെ പേര് മാറും, നിന്റെ സ്ഥാനം മാറും, നിന്റെ സാഹചര്യങ്ങൾ മാറും. കാരണം ഉയർത്തുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി തന്നെത്താൻ ആമേൻ ഉയർത്തുന്നവൻ ദൈവത്താൽ താഴ്ത്തപ്പെടും. ദൈവത്താൽ ഉയർത്തപ്പെട്ടാൽ ഹല്ലേലൂയ ആർക്കും നിന്നെ താഴ്ത്തുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ദൈവം ഉയർത്തുമ്പോൾ നിന്റെ പേര് മാറും, നിന്റെ സ്ഥാനം മാറും, നിന്റെ സാഹചര്യങ്ങൾ മാറും. കാരണം ഉയർത്തുന്നത് മാനുഷിക കരമല്ല, മാനുഷിക ജ്ഞാനമല്ല, മാനുഷിക ബുദ്ധിയല്ല, ദൈവത്തിന്റെ കരമാണ്. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുക. ഈ പുതിയ മാസത്തിന്റെ ആദ്യ രാത്രിയിൽ ദൈവം നിന്നോട് പറയുന്നത് കരയണ്ട. ഞാൻ നിന്റെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം എഴുതുകയാണ്. നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. നിന്റെ സമയം വരുന്നു. യോസേഫിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. കുഴിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, ജയിൽ മുറിയിൽ നിന്ന് അധികാരത്തിലേക്ക്, അപമാനത്തിൽ നിന്ന് ബഹുമതിയിലേക്ക് ദൈവം നിന്നെയും നടത്തും. എല്ലാ കണ്ണുകളും അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. യോസേഫിനെ ഉയർത്തിയതുപോലെ കാത്തിരിക്കുന്നവരെ ഉയർത്തണമേ. അടഞ്ഞ വാതിലുകൾ തുറക്കണമേ. അപമാനം ബഹുമതിയായി മാറ്റണമേ. കണ്ണുനീർ സന്തോഷമാക്കണമേ. ഈ ജൂൺ മാസം അത്ഭുതങ്ങളുടെയും വിടുതലിന്റെയും സാക്ഷ്യങ്ങളുടെയും മാസമാകട്ടെ. രോഗികളെ സ്പർശിക്കണമേ. കടബാധിതകളിൽ കഴിയുന്നവരെ സഹായിക്കണമേ. കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ. സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ കാത്തിരുന്ന ഓരോ മകനെയും മകളെയും
ഇന്ന് രാത്രി അവിടുത്തെ ദാസൻ എന്ന നിലയിൽ ഞാൻ അവിടുന്ന് നൽകിയ അധികാരം ഉപയോഗിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഈ ലൈവിൽ വെറുതെ ആരും വന്നിട്ടില്ല. ഓരോരുത്തരെയും ഒരു ഉദ്ദേശത്തോടെയാണ് നീ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അവരുടെ കണ്ണുനീർ നീ കണ്ടിരിക്കുന്നു. അവർ ആരോടും പറയാത്ത ഭാരങ്ങൾ അവിടുന്ന് അറിയുന്നല്ലോ. അവരുടെ നിശബ്ദ പ്രാർത്ഥനകൾ പോലും അവിടുത്തെ സന്നിധിയിലെത്തിയിരിക്കുന്നു. യേശുവേ, അവിടുത്തെ നാമത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഇന്ന് രാത്രി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കാത്തിരിപ്പിന്റെ കാലങ്ങൾ അവസാനിക്കട്ടെ. അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. വൈകിപ്പോയ അനുഗ്രഹങ്ങൾ വേഗത്തിൽ വന്നു ചേരട്ടെ. നഷ്ടപ്പെട്ട സന്തോഷം തിരികെ ലഭിക്കട്ടെ. കർത്താവേ, യോസേഫിനെ ഒരു ദിവസം കൊണ്ട് ജയിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ഉയർത്തിയ ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ചിലരുടെ പേരിൽ ആമേൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതുന്നവരെ നീ തൊടണമേ. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്ന് നിരാശരായിരിക്കുന്നവരുടെ വിശ്വാസം പുതുക്കണമേ. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നവർക്ക് പുതിയ പ്രത്യാശ നൽകണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വീടുകളിൽ ആ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ പരിവർത്തിക്കണമേ. ഓ, എല്ലാ വീടുകളിലും ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. രോഗശൈലികളെ സ്പർശിക്കണമേ. തകർന്ന കുടുംബങ്ങളെ കൂട്ടിച്ചേർക്കണമേ. മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസം നൽകണമേ. കടബാധ്യതകളിൽ വിഷമിക്കുന്നവർക്ക് അത്ഭുത വഴികൾ തുറക്കണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുക. ഈ ജൂൺ മാസം ചിലരുടെ ജീവിതത്തിൽ പുതിയ തുടക്കത്തിന്റെ മാസമായിരിക്കും. ആമേൻ. കാത്തിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന ദിനങ്ങളാകട്ടെ. ചിലർക്ക് പുതിയ ജോലി, പുതിയ അവസരം, പുതിയ സാക്ഷി ഉണ്ടാകേണ്ട കർത്താവേ, അത് ലഭിക്കേണ്ട കർത്താവേ. ചിലർ വർഷങ്ങളായി വഹിച്ചിരുന്ന ഭാരങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. വർഷങ്ങളായി വഹിച്ചിരുന്ന ഭാരങ്ങൾ ഇന്ന് രാത്രി വിട്ടുമാറുകയാണ്. ആ വിടുതൽ പ്രാപിക്കുകയാണ്. ശത്രു മോഷ്ടിച്ച സന്തോഷം അവൻ തിരികെ വരട്ടെ. ഭയത്തിന്റെ ആത്മാവ് വിട്ടുപോകട്ടെ. നിരാശയുടെ ബന്ധനങ്ങൾ പൊട്ടിപ്പോകട്ടെ. യേശുവിന്റെ സമാധാനം ഓരോ ഹൃദയങ്ങളിലും നിറയട്ടെ. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്ന ഓരോരുത്തരുടെയും വീടുകൾക്ക് ചുറ്റും അവിടുത്തെ ദൂതന്മാരെ കാവൽ നിർത്തണമേ. അവരുടെ ഗമനവും ആഗമനവും അവിടുന്ന് പരിപാലിക്കണമേ. ഈ ലൈവിൽ പങ്കെടുത്ത എല്ലാവരെയും, വരും ദിവസങ്ങളിൽ ഈ ശ്രമിക്കുന്ന എല്ലാവരെയും അവിടുത്തെ ശക്തമായ കരങ്ങളിൽ സൂക്ഷിക്കണം. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അവർ ദൈവത്തിന്റെ മഹത്വം കാണുകയും അത്ഭുതങ്ങളുടെ സാക്ഷികളാകുകയും ചെയ്യട്ടെ. ഇന്ന് രാത്രി ഞങ്ങളെല്ലാം വിശ്വാസത്തോടെ അവിടുത്തെ പുത്രനായി യേശുവിന്റെ നാമത്തിൽ പിതാവേ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ,
ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരാമേൻ കമന്റിൽ രേഖപ്പെടുത്തൂ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹദൈവം ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ഡേ ആൻഡ് നൈറ്റിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹദീനം പ്രയർ ഫാമിലി. ഗോഡ് ബ്ലെസ് യു. സി യു എഗെയിൻ. ദൈവം എല്ലാവരെയും എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നടക്കും സിംഹാസനം കൊണ്ടു മാത്രം ഞാൻ നിന്നെ കാൾ വലിയവനായിരിക്കും എന്നു പറഞ്ഞു കോടിതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും വരവോ സിംഹാസനം കൊണ്ടു മാത്രം ഞാൻ നിന്നെ വലിയവനായിരിക്കും എന്നു ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും പറവോ യോസേഫിനോട് പറഞ്ഞു യോസേഫിന്റെ കൈക്കു ഇട്ടു അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. സാസായം ലംഘം രജത്തൻ അവന്റെ കഴുകുത്തി മുട്ടുകുത്തുവിൻ. അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു ഇങ്ങനെ അവനെ ദേശത്തിനൊക്കെയും മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും പറവോ സിംഹാസനം കൊണ്ടു മാത്രം ഞാൻ നിന്നെ വലിയവനായിരിക്കുമെന്നു പറഞ്ഞു കൊടുപ്പിതാ. ഇസ്രായേൽ ദേശത്തിനൊക്കെയും ഞാൻ നിന്മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും പറവോ യോസേഫിനോട് പറഞ്ഞിന്റെ കാരിയിൽ യോസേഫിന്റെ കൈക്കു ഇട്ട് അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു.